ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. വയനാട് ലോക്സഭ, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഝാർഖണ്ഡിൽ ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ദാദ്ര ആന്റ് നഗർ ഹവേലി, ദാമൻ ദിയുവിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള സ്വീകരണം. സിഐഎസ്എഫിൽ ആദ്യ വനിതാ ബറ്റാലിയൻ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി. ചരിത്രപരമായ തീരുമാനം വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട്. ജൈവ ഇന്ധന മിശ്രണത്തിലൂടെ ഇറക്കുമതി ചെലവിനത്തിലുള്ള 91,000 കോടി രൂപ ലാഭിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ഝാർഖണ്ഡിൽ നാളെ നടക്കുന്ന ഒന്നാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 43 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. പ്രശ്നസാധ്യതയുള്ള 225 ബൂത്തുകളാണ് ഈ ഘട്ടത്തിലുള്ളത്. ഒന്നാം ഘട്ടത്തിൽ ആകെ 15,344 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 200 കമ്പനിയിലധികം സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പോളിംഗ്. എന്നാൽ സുരക്ഷാ സ്ഥിതി കണക്കിലെടുത്ത് 31 മണ്ഡലങ്ങളിലെ 950 ബൂത്തുകളിൽ വൈകിട്ട് 4-ന് വോട്ടെടുപ്പ് അവസാനിക്കും. 683 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 1,37,00,000-ലധികം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. രണ്ടാംഘട്ടം തെരഞ്ഞെടുപ്പ് ഈ മാസം 20-നാണ്. 23-നാണ് വോട്ടെണ്ണൽ. അതേസമയം ഝാർഖണ്ഡിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുകയാണ്. എൻഡിഎ, ഐഎൻഡിഐ മുന്നണികളുടെ പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നു. 38 മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ജെഎംഎം നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സൊറേൻ എന്നിവർ ഇന്ന് സംസ്ഥാനത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. 11 സംസ്ഥാനങ്ങളിലെ 33 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലും നാളെയാണ് വോട്ടെടുപ്പ്. രാജസ്ഥാനിൽ 7, പശ്ചിമബംഗാളിൽ 6, അസമിൽ 5, ബീഹാറിൽ 4, കർണാടകയിൽ 3, മധ്യപ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിൽ 2 വീതം മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും. കേരളത്തിലെ ചേലക്കരയിലും ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മേഘാലയ എന്നിവിടങ്ങളിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വയനാട്, ചേലക്കര മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ മണ്ഡലങ്ങളിൽ പൂർത്തിയായി. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടന്നു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 16 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിൽ 14.71 ലക്ഷം വോട്ടർമാരാണ് ഉള്ളത്. അതേസമയം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണം പുരോഗമിക്കുകയാണ്. നാളെ നടക്കുന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മണ്ഡലത്തിലെ 14 പ്രശ്നസാധ്യതാ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. വെബ്കാസ്റ്റിംഗ് സംവിധാനവും പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ച് ക്രമീകരണങ്ങൾ വിലയിരുത്തി. പോളിംഗ് സാമഗ്രികൾ സ്വീകരിച്ച ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിക്കുന്നതിനുള്ള പ്രത്യേക വാഹനങ്ങൾ ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചെറുതുരുത്തി PWD റെസ്റ്റ് ഹൌസിൽ ഒരുക്കിയ കമാൻഡ് കൺട്രോൾ റൂമിലും ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചേലക്കരയിൽ 2,13,103 വോട്ടർമാരാണുള്ളത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ റിസർവ് ഉൾപ്പെടെ 864 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചാരണത്തിൽ പങ്കെടുത്തു. പ്രതിപക്ഷ മുന്നണി നേതാക്കളും പ്രചാരണത്തിൽ സജീവമാണ്. ഈ മാസം 20-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര ആന്റ് നഗർ ഹവേലി, ദാമൻ ദിയുവിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള സ്വീകരണം. ദാമനിലെത്തിയ ശ്രീമതി മുർമുവിനെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ സ്വീകരിച്ചു. തുടർന്ന് രാഷ്ട്രപതി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. നാളെ സിൽവാസയിലെ നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാഷ്ട്രപതി സന്ദർശിക്കും. സന്ദർശന വേളയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും സംവദിക്കും. ദിയുവിലെ INS ഖുക്രി നാവികസേനാ സ്മാരകവും രാഷ്ട്രപതി സന്ദർശിക്കുന്നുണ്ട്. 66ാമത് അഖിലേന്ത്യാ കാളിദാസ് സമാരോഹിന്റെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിർവഹിച്ചു. ഗവർണർ മംഗുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി മോഹൻ യാദവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാളിദാസ് സമ്മാൻ ഇന്ത്യയുടെ സംസ്കാരത്തിനുള്ള ബഹുമതിയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. മഹാകവി കാളിദാസിന്റെ കൃതികളിൽ മനുഷ്യവികാരങ്ങളുടെ വിസ്മയകരമായ സംഗമവും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും സ്നേഹത്തിന്റെ പരിശുദ്ധിയും ദൃശ്യമാണെന്നും ശ്രീ ധൻഖർ പറഞ്ഞു. 2022-23 വർഷത്തെ കാളിദാസ് അലങ്കാരൻ സമ്മാൻ പുരസ്കാരം ചടങ്ങിൽ സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വെല്ലുവിളികളെയും ഭീഷണികളെയും ഫലപ്രദമായി നേരിടാൻ സാഹചര്യങ്ങൾക്കനുസൃതമായ പ്രതിരോധമാണ് ആവശ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹി ഡിഫൻസ് കോൺഫറൻസ് 2024 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദം, സൈബർ ആക്രമണം തുടങ്ങിയ സുരക്ഷാ വെല്ലുവിളികളാണ് രാജ്യം നേരിടുന്നതെന്നും ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ തന്ത്രപരമായ സമീപനം സഹായകമാകുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. Defense must be the mantra of our strategic formulations and operational responses. India, and for that matter the world, faces a diverse range of security challenges, from the traditional border-related threats to unconventional issues such as terrorism, cyber attacks, and hybrid warfare. സമകാലിക ഭീഷണികളെ നേരിടാൻ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സുരക്ഷാ പ്രശ്നങ്ങളും പ്രതിരോധവും സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഡൽഹി ഡിഫൻസ് ഡയലോഗ് വേദിയൊരുക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ജൈവ ഇന്ധന മിശ്രണത്തിലൂടെ ഇറക്കുമതി ചെലവിനത്തിലുള്ള 91,000 കോടി രൂപ ലാഭിക്കാനാകുമെന്നും ഇത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ജൈവ ഇന്ധന ഉപയോഗത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ 2ാം സ്ഥാനത്താണെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരുവിൽ നടന്ന 27ാമത് ഊർജ്ജ സാങ്കേതിക വിദ്യാ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047ഓടെ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യം 2.5 മടങ്ങ് വർദ്ധിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2070ൽ നെറ്റ് സീറോ എമിഷൻ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, സാങ്കേതിക വിദ്യ എന്നിവയിൽ കൂടുതൽ ശ്രമങ്ങൾ അനിവാര്യമാണെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. പരിപാടിയിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ മികച്ച ഊർജ്ജ കാര്യക്ഷമതാ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. CISFന്റെ ആദ്യ സമ്പൂർണ്ണ വനിതാ ബറ്റാലിയൻ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി. വനിതാ ശാക്തീകരണവും ദേശീയ സുരക്ഷയിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ചരിത്രപരമായ തീരുമാനം. 53ാമത് CISF ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വനിതാ ബറ്റാലിയന് രൂപം നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 3 തവണ ജേതാക്കളായ ദക്ഷിണ കൊറിയയെ 3-2 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ബീഹാറിലെ രാജ്ഗിർ ഹോക്കി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ജലവിഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീൽ. അതിനാൽ ജലാശയങ്ങൾ സംരക്ഷിക്കേണ്ടതും പുനരുജ്ജീവിപ്പിക്കേണ്ടതും നമ്മുടെ ചുമതലയാണെന്ന് മന്ത്രി പറഞ്ഞു. അസം തലസ്ഥാനമായ ഗുവാഹത്തിയിൽ നീരുറവകളുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ അറ്റ പ്രത്യക്ഷ നികുതി ശേഖരണം നടപ്പു സാമ്പത്തിക വർഷം ഇതുവരെ 15.41% വളർച്ച രേഖപ്പെടുത്തി. 12,10,000 കോടിയിലധികം രൂപയാണ് ഇതുവരെ ശേഖരിച്ചത്. ഈ വർഷം ഏപ്രിൽ 1 മുതൽ നവംബർ 10 വരെയുള്ള കാലയളവിൽ മൊത്ത പ്രത്യക്ഷ നികുതി ശേഖരണം റീഫണ്ടിന് മുൻപ് 21.2% വർദ്ധിച്ച് 15 ലക്ഷം കോടി രൂപയിലധികമായി എന്ന് കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് അറിയിച്ചു. 2024-25 വർഷത്തിന്റെ ആദ്യപാദത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി ധനമന്ത്രാലയം. മൊത്തം ബിസിനസ് 236.04 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ബാങ്കിംഗ് മേഖലയിൽ സുപ്രധാന പരിഷ്കരണങ്ങൾ നടപ്പിലായതായും ധനമന്ത്രാലയം അറിയിച്ചു. റഷ്യൻ കാർഷിക വകുപ്പ് സഹമന്ത്രി മാക്സിം ടിറ്റോവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്ത്യൻ ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖാരെയുമായി കൂടിക്കാഴ്ച നടത്തി. പയർ, പരിപ്പ് വർഗ്ഗങ്ങളുടെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ പയറും പരിപ്പും ധാരാളമായി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പൊതുജന സേവന പ്രക്ഷേപണ ദിനം ഇന്ന് ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ ആഘോഷിച്ചു. 1947ൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ആകാശവാണി സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും നവംബർ 12 പൊതുജന സേവന പ്രക്ഷേപണ ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ലോക്സഭ, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഝാർഖണ്ഡിൽ 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പും നാളെ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയുവിലെത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഊഷ്മള സ്വീകരണം. CISFൽ ആദ്യ വനിതാ ബറ്റാലിയൻ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി. ചരിത്രപരമായ തീരുമാനം വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട്. ജൈവ ഇന്ധന മിശ്രണത്തിലൂടെ ഇറക്കുമതി ചെലവിനത്തിലുള്ള 91,000 കോടി രൂപ ലാഭിക്കാനാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വനിതാ ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.